ഇന്ധന പ്രതിസന്ധി പ്രധാനപ്പെട്ട ഒരു ആശങ്കയാകുന്നുണ്ട് രാജ്യത്താകെ. നമുക്കറിയാവുന്നതുപോലെ ഒരുപക്ഷേ ഇന്ധന വില വർധനവുണ്ടാകുമോ എന്ന ആശങ്കയുണ്ട്. പലയിടത്തും പമ്പുകളിൽ ക്ഷാമമുണ്ട്, അതായത് ഇന്ധനക്ഷാമമുണ്ട്. അതുകൂടാതെ നമുക്കറിയാവുന്നതുപോലെ ഗ്യാസ് പ്രതിസന്ധി ഹോട്ടൽ മേഖലയെ, ഭക്ഷ്യവിതരണ മേഖലയും ഏതെല്ലാം തരത്തിൽ ബാധിച്ചു എന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മളോടൊപ്പം യൂത്തിൻ്റെ കുറേ പ്രതിനിധികൾ ചേരുകയാണ്. അവർക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ചോദിക്കാം. അതായത് പ്രധാനമന്ത്രി പറഞ്ഞതേ പെട്രോളൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ചൊരു കരുതൽ ജാഗ്രതയൊക്കെ വേണം, മേ ബി നമുക്ക് ഇന്ധന പ്രതിസന്ധിയിലേക്ക് പോയേക്കാം എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു നോർമൽ ലൈഫിനെ കുറച്ചൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം സാഹചര്യം അതാണ് അന്താരാഷ്ട്ര രംഗത്ത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ അതിനെ നോക്കിക്കാണുന്നത്? ആശങ്കയുണ്ടോ, ടെൻഷനുണ്ടോ? ആശങ്ക പൊതുവേ ഉണ്ട്, നമുക്ക് ആശങ്കയുണ്ട്. കാര്യം നമ്മുടെ പെട്രോളിൻ്റെ എപ്പോൾ വരും, എപ്പോൾ കിട്ടും, അല്ലെങ്കിൽ റേറ്റ് കൂടുന്ന ഒരു സിറ്റുവേഷൻ, റേറ്റ് മാത്രമല്ല നമ്മുടെ അവസ്ഥ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പ്രധാനമന്ത്രി പറയുന്ന കാര്യം നമ്മൾ എന്തായാലും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലെ ഇപ്പോൾ കുറേ പേർക്ക് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വണ്ടി എടുത്ത് ഷെയറിംഗ് ഒക്കെ പോയി കഴിഞ്ഞാൽ കുറേയൊക്കെ തീർച്ചയായും നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ പെട്രോൾ ലാഭിക്കാം നമുക്ക്. അതുപോലെ അത് നല്ലൊരു അഭിപ്രായമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെഹിക്കിൾസ് യൂസ് ചെയ്യാം, നമുക്ക് മെട്രോ പോവാം, നമുക്ക് ബസ് യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് പോകാം. റെഡിയാണോ തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ? അഡ്ജസ്റ്റ് നമ്മൾ തൽക്കാലം ചെയ്തല്ലേ പറ്റുള്ളൂ. പിന്നെ ഫുഡ് ഒരു പ്രശ്നമാണ്. ഏതെങ്കിലും നേരത്തെ ഫുഡൊക്കെ കട്ട് ചെയ്യേണ്ടി വരുന്നുണ്ടോ? നമ്മൾ സാധാരണ നമുക്ക് അവൈലബിൾ ആണല്ലോ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പോയി ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി കഴിക്കാം. ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള അവൈലബിലിറ്റി പ്രശ്നങ്ങൾ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും അതുണ്ടാവും, അതെന്തായാലും ഉണ്ടാവും. പിന്നെ നമ്മുടെ കൺട്രി ഫേസ് ചെയ്യുന്നൊരു കാര്യം വലിയ ഇഷ്യൂ ആണ്, എല്ലാവരും ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. കൊച്ചി പോലൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ നമുക്കത് നല്ല ടാസ്ക് തന്നെയാണ് ഫേസ് ചെയ്യുന്ന കാര്യം. ഇപ്പോൾ വിലയും കൂടി, നമുക്ക് ഫുഡ് ചായക്കൊക്കെ 15 16 അതെ, തീർച്ചയായിട്ടും നല്ലപോലെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പോക്കറ്റിനെയും മെല്ലെ ബാധിക്കുമല്ലേ? നല്ലപോലെ ബാധിക്കുന്നുണ്ട്. ഒരു ആവറേജ് കാര്യം ഇവിടെ വരുന്ന ആൾക്കാരെന്ന് വെച്ചാൽ എല്ലാവരും ജോലി ചെയ്യുക, ജീവിക്കുക എന്നുള്ളതാണ്. ഇവിടെ സെറ്റിൽ ആകാൻ വരുന്ന ആൾക്കാർ പകുതി കുറവാണ്. നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ബഡ്ജറ്റ് തെറ്റുമ്പോൾ നമ്മൾ പ്ലാനൊക്കെ ലേശം കുറയ്ക്കുന്നുണ്ടോ? അല്ല, കുറയ്ക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ കുറയ്ക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഇപ്പോൾ ഔട്ടിങ് പോകണം, നമുക്ക് ഇത്രയും ടെൻഷനും പ്രഷറിനും ഇടയ്ക്ക് ഒന്ന് പുറത്ത് പോകണം, ഒന്ന് ചിൽ ഔട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതിനെ പല ഘടകങ്ങളും ഇല്ല. ബഡ്ജറ്റ് പിടിച്ചു നിർത്തണമെങ്കിൽ ചിലതൊക്കെ കട്ട് ചെയ്യേണ്ടി വരും. നല്ലപോലെ കാര്യങ്ങൾ കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയാണോ? അങ്ങനെ തന്നെ. എന്തായാലും ഇങ്ങനെ ഒരു ടെൻഷനിലാണ് കാര്യം. ഒരു ചെറിയ പ്രതിസന്ധിയൊക്കെ വരുന്നു എന്ന് പറയാം. നമ്മൾ നേരിടാതെ വേറെ മാർഗമൊന്നുമില്ല. വേറെ മാർഗമല്ല, നമ്മളധികം EV ഒക്കെ യൂസ് ചെയ്യുക പെട്രോളിന് ക്ഷാമം വരുമ്പോൾ. EV എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ, അതൊരു പ്രധാനപ്പെട്ട പോയിന്റ്. EV ഒക്കെ യൂസ് ചെയ്യുക അധികം. ആവശ്യമില്ലാതെ നമ്മൾ അത്യാവശ്യമില്ലാതെ വാഹനങ്ങൾ എടുത്ത് പെട്രോളൊന്നും വേസ്റ്റ് ചെയ്യേണ്ട കാര്യമല്ല. ഇപ്പോൾ നമുക്കൊരു വഴിക്ക് പോവുകയാണെങ്കിൽ 2-3 പേരൊക്കെ ഷെയർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പല രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. കാർ കൂളിംഗ് പോലുള്ള പരിപാടികളൊക്കെ ഇപ്പോൾ ഒരുപാട് രാജ്യം നടക്കുന്നുണ്ട്. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെ എത്രമാത്രം ഓക്കെ ആണെന്ന് അറിയില്ല, പക്ഷേ ചെയ്യാം. നമുക്ക് പോസിബിലിറ്റി നമുക്ക് കൊച്ചിയിലുണ്ടല്ലേ? മെട്രോ ഒക്കെ അത്യാവശ്യമൊക്കെ നമുക്ക് ഒരുപാടുണ്ട്. ഇപ്പോൾ വാട്ടർ മെട്രോ ഉണ്ട്, അപ്പുറത്ത് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ മെട്രോ ഇതുണ്ട്. അല്ലാതെ തന്നെ ഗവൺമെൻറ് ബസ്സുണ്ട്, നോർമൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് ട്രാഫിക് കുറഞ്ഞു കിട്ടും. കുറച്ച് ഫുഡ് ചെയ്യണമെന്ന് തോന്നുന്നില്ല, പഴയ പോലെ പറ്റുന്നുണ്ടോ? ഇപ്പം അങ്ങനെ ബഡ്ജറ്റ് മാറുമല്ലേ? അതെ, ഫുഡ് ആണ്. പക്ഷെ എന്നാലും ഇപ്പോഴ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്ക് ഈ പ്രതിസന്ധി നമ്മളാരും എക്സ്പെക്ട് ചെയ്ത് മാത്രമല്ല, ഇതൊരു ഗ്ലോബൽ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഈ ഒരു നമുക്ക് ഈ പറഞ്ഞ ഇപ്പം എന്താണ് ഈ മിഡിൽ ഈസ്റ്റിലായാലും എല്ലായിടത്തും നമുക്ക് ഈ ഒരു ഇഷ്യൂ നമുക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞ് നമ്മൾ എന്താണോ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന അനുസരിച്ച് ചെയ്യുക. അതുമാത്രമല്ല, ഇപ്പം ഇന്ധന വില വർധന, ഫുഡിനൊക്കെ എന്തായാലും വില വർദ്ധിച്ചു. ഇന്ധന വില വർധനവും കൂടെ വന്നാൽ ചെറുതായിട്ട് പോക്കറ്റ് കീറുമോ? ഇന്ധന വില വർധന വരാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അതും എന്തായാലും വരും. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഈ യുദ്ധം തീർന്നില്ലെങ്കിൽ എന്താണ്, ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഒരു വർധന എന്തായാലും ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കൺസംഷൻ കുറയ്ക്കുക. ഇപ്പം പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചാൽ എന്താണ് മാക്സിമം ഈ പറഞ്ഞ പോലെ ഈ യാത്രകൾ നമ്മൾ തന്നെ സൊല്യൂഷൻ കണ്ടെത്തേണ്ടി വരും. കാര്യം നമ്മളുടെ ബഡ്ജറ്റാണ് പോകുന്നത്. ഇപ്പോൾ എത്ര വില കൂട്ടിയാലും ആര് കൂട്ടിയാലും നമ്മളെ കയ്യിലുള്ള കാശാണ് പോകുന്നത്. നമുക്ക് എത്ര വരുമാനം നമുക്കറിയാം. അപ്പോൾ ആ വരുമാനം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, കൂടും. അതെ, ചില മാർഗ്ഗമില്ല. ഇപ്പം തന്നെ ചില കൂടുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്ക് എവിടെയെങ്കിലും പുറത്തോട്ട് ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മളിപ്പം കോട്ടയത്ത് പോയിട്ട് വരുന്ന വഴിക്ക് വരുമ്പോൾ നമുക്ക് ഈ പണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പല ചെറിയ കടകൾ എന്താണ് ഇപ്പം ഇല്ല. അപ്പം നമ്മൾ ഒബ്വിയസ്ലി നമ്മളൊരു ഒരു ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ ഒരു വലിയ കടയിൽ കയറേണ്ട ആവശ്യം വരുന്നുണ്ട്. മറ്റങ്ങനെയല്ല, നമുക്ക് പോകുന്ന വഴി നമ്മളിപ്പോൾ ഒരു ട്രാവൽ പോവുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബഡ്ജറ്റിനേക്കാൾ കൂടുതലാവും. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ നമ്മൾ വേറെ കണ്ടെത്തേണ്ടി വരും. അതാണ് മെയിൻ ഫുഡാണ്. ഫുഡിനെങ്കിലും സ്നാക്സ് ഉണ്ട്. നമ്മൾ പുറത്ത് പോകുമ്പോൾ ചെറിയ കടി കഴിക്കുന്നതൊക്കെ ഇപ്പം കിട്ടാനില്ല. ഇപ്പം നമ്മുടെ ഇഷ്ടത്തിനല്ല, ഉള്ളത് കഴിക്കുക, കിട്ടുന്നത് കഴിക്കുക എന്നൊരു അവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട്. ഫുഡിൻ്റെ കാര്യത്തിൽ ചെറിയ വിഷമമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഞാൻ വീട്ടിൽ തന്നെയാണ് കുക്ക് ചെയ്ത് കഴിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. സെൽഫ് സഫിഷ്യന്റ് ആണ് അക്കാര്യത്തിൽ. അതെ. പക്ഷെ എന്നാലും പറഞ്ഞ പോലെ ഗ്ലോബലി നമുക്ക് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം എല്ലാവരും വിചാരിക്കും ഇത് പറ്റും നമ്മളെ കൊണ്ടൊക്കെ. നമ്മളൊന്ന് ശ്രമിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളൊന്നും.
കൂടുതൽ അങ്ങ് പോവാം. സ്കൂൾ ഗോയിങ് ഓക്കെ ഓക്കെ. എന്നാലും ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നാവും അല്ലേ? പിന്നെ നമ്മുടെ കടമയും കൂടെ ആണല്ലോ, നമ്മുടെ കടമയും കൂടെ അത് ചെയ്യാന്നുള്ളത്. സാഹചര്യത്തെ നേരിടുക, സൊല്യൂഷൻ ഉണ്ടാക്കുക, അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കോവിഡിന് അതുപോലെ തന്നെ കോവിഡിന്റെ സമയത്ത് പുറത്തിറങ്ങണം അല്ലെങ്കിൽ നമുക്ക് ഔട്ടിങ് പോകണം, ചില്ല് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പ്രത്യേക ഒരു പടമായിരിക്കേണ്ട വന്നേനെ. പക്ഷേ ഈ ഒരു സമയം അതുപോലെ കണ്ടാൽ മതി. ഇത് ശാശ്വതമല്ലല്ലോ. പക്ഷേ ശാശ്വതമായിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നൊരു കാര്യമല്ലല്ലോ, ടെമ്പററി ആണ്. സോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഇറ്റ് കുഡ് ബി ഫൈൻ എന്ന് തോന്നുന്നു. എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതെ, അത്രേ ഉള്ളൂ. ഈ വില കൂട്ടിയാലും അത് കുറയ്ക്കാനുള്ള ഒരു മനസ്സും ഗവൺമെന്റ് കാണിക്കണം. കൂട്ടിയ വില പിന്നെ കുറയാറില്ല. അതും ശരിയാണ്, കൂടുന്നുണ്ട് എല്ലായിടത്തും, പക്ഷെ അതൊന്നും കുറയുന്നില്ല. ശരിയാട്ടെ, ഇപ്പൊ ഗ്യാസിന്റെ വില കൂടി, ചായക്ക് വില കൂടി, അപ്പൊ അത് കുറയുമ്പോൾ വേണേ കുറയ്ക്കാം. അതെ അതെ. പിന്നെ അത്രയും ശ്രമം ഉണ്ടാവുന്നില്ല, അറ്റംപ്റ്റ് ഉണ്ടാവില്ല. ഇല്ല, പിന്നെ അവിടെ അത്രയും തന്നെ കപ്പാസിറ്റി അവിടെ ഇൻക്രീസ് ആകുമ്പോഴും ഇവിടെ വില ഡിക്രീസ് ആവും, കൂടിയ വില അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ അതും കൂടെ ഒന്ന് കണ്ട് കുറച്ച് തന്നിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയിരുന്നു. വളരെ നന്ദി. ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ടീമാണ് നമ്മളോടൊപ്പം ചേർന്നത്. അപ്പോൾ അവർ പറഞ്ഞൊക്കെ കേട്ടല്ലോ. അപ്പോൾ അതാണ്, പ്രതിസന്ധി വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്, പക്ഷെ അതിനെ നേരിടാനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തിയേ പറ്റൂ. അപ്പോൾ നമ്മുടെ യൂത്ത് അവരാണല്ലോ എപ്പോഴും ചിൽ ഔട്ട് ചെയ്യുക, പുറത്ത് പോവുക, ട്രാവൽ ചെയ്യുക, പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക, ഇത്തരം വിവിധങ്ങളായ സർവീസുകൾ എടുക്കുക. പക്ഷെ അപ്പോൾ അതിൻ്റെ ജീവിത ചെലവ് വല്ലാതെ വർദ്ധിക്കുന്നു. അപ്പോൾ അതിനെ പിടിച്ചു നിർത്താനുള്ള ശ്രമം, കരുതലൊക്കെ ഉണ്ടാവുക എന്നുള്ളൊരു സാഹചര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മളോടൊപ്പം ചേർന്ന യുവനിര വിശദീകരിച്ചത്. നവാസിനൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യാം, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.